ഡിസൈൻസ് നമുക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് നല്ലൊരു ലൈറ്റ് കളർ ചാർട്ടിൽ ഒറിജിനൽ ആ ഒരു ചിക്കൻ വർക്കിൻ്റെ പാറ്റേൺ തന്നെ ചെയ്തെടുത്തേക്കുന്ന മോഡലാണ്. ചെക്കോട്ട ഫാബ്രിക് ആട്ടോ. അതിൻ്റെ ആ ഒരു കളറും ആ മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു രീതിയും കൊണ്ട് നമുക്ക് ഒറിജിനലിൻ്റെ അതേ ഫീൽ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. വർക്കും നല്ല ആട്ടോ. സാധാരണ വരുന്ന എംബ്രോയ്ഡറി നോർമൽ വരുന്ന പോലെയല്ല, ഇത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഒറിജിനൽ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഞാൻ അടുപ്പിച്ച് നിങ്ങളെ കാണിക്കാം. ഇതുപോലെ വരും കേട്ടോ. ശരിക്കും ഒറിജിനലിൻ്റെ അതേ ഫീൽ തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഹാൻഡ് വർക്ക് തന്നെയാണ്. ബോട്ടം ലൈനിങ്ങും ഒക്കെ ഉള്ള ഐറ്റം കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് കളറിൽ തന്നെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാനും പറ്റുന്നൊരു ഐറ്റം. ഫ്രണ്ട് പോർഷൻ ഈ ഒരു നെക്കിലുണ്ട്. അകത്തോട്ട് മൊത്തത്തിൽ ആ ഒരു ഒറിജിനൽ വർക്കിൻ്റെ ആ രീതിയിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ സെയിം തന്നെ. നമുക്ക് വർക്കിന് വ്യത്യാസമൊന്നുമില്ല. തിക്കായിട്ടുള്ള വർക്ക് മൊത്തം ഇടയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് നല്ല കളർ ചാർട്ടാണ്. ഇതൊരു പേസ്റ്റൽ പീച്ചാണ് ഷെയ്ഡ് വരുന്നത്. ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം. നല്ല ലെങ്ത്ത് ഇപ്പം തന്നെയുണ്ട്. പിന്നെ മടക്കിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ്. പിന്നെ നമ്പർ വരുന്നത് W813, റേറ്റ് 1220 1220. ഇത് നല്ല ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡാണ്. എല്ലാം നല്ല ഭംഗിയുള്ള ലൈറ്റ് കളേഴ്സ് ആട്ടോ. ഇതിൻ്റെ യോക്കിൽ വന്നേക്കുന്ന ആ ഒരു വർക്കിന് മാത്രം കുറച്ചുകൂടെ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്രീനുമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ പാകത്തിന് കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയിലും സെയിം തന്നെ രീതിയിലാണ്. ഇത് കൂടിയ ഫാബ്രിക് ആട്ടോ. നമ്മുടെ കോട്ട ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ ഒത്തിരി പറന്ന് നിൽക്കുന്ന ടൈപ്പൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതങ്ങനെ പറന്ന് നിൽക്കുന്നൊന്നുമല്ല. നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നതായിട്ട് അത് കണ്ടില്ലേ. അത്യാവശ്യം ഇങ്ങനെ കിടത്തിയാൽ അവിടെ കിടന്നോളും. ഒരുപാടെന്നാൽ ഭയങ്കര ഒട്ടിക്കിടക്കത്തുമില്ല. നല്ല ഫാബ്രിക്കാണ്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. പിന്നെ നമ്പർ വരുന്നത് W812, റേറ്റ് 1220 മാത്രമേ ഉള്ളൂ. 1220. ഇത് നല്ല ലൈറ്റ് ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ്. അടിപൊളി കളറാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സെയിം തന്നെ വർക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു ഡാർക്കായിട്ടാണ് ത്രെഡിന് മാത്രം കൊടുത്തേക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു ത്രെഡിൻ്റെ വർക്ക് നന്നിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. സെയിം കളർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്കിനെ അത്ര കാണാൻ പറ്റില്ല. ഇതാണെങ്കിൽ ചക്കല ഒരു ഇച്ചിരി എടുത്ത് നിൽക്കുന്നുണ്ട്. വർക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ സൈഡിലും ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ദുപ്പട്ടയിലും സെയിം തന്നെ. അതിനകത്ത് മൊത്തത്തിൽ വർക്കുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട്. ഭയങ്കര നല്ലൊരു ഐറ്റം ആട്ടോ. ഇതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ തന്നെയുണ്ട്. നമ്പർ W814, റേറ്റ് 1220. അതായത് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ലൈറ്റ് ബ്ലൂ കളറാണ്. തീരെ ലൈറ്റ് അല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള നമ്മുടെ സ്കൈ ബ്ലൂവിൻ്റെ ഒക്കെ ആ ടൈപ്പ് ഷെയ്ഡിലെ ആ ഒരു കളർ. സ്കൈ ബ്ലൂവിൻ്റെ പോലെ അത്രയും ഡാർക്കും അല്ല, എന്നാൽ തീരെ ലൈറ്റും അല്ല. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡ്. എന്തായാലും 4 കളേഴ്സും കൂടി ഇങ്ങനെ ഒരുമിച്ചെടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണാൻ നല്ല കേട്ടോ. നല്ലൊരു കളർ ചാർട്ടാണ്. സെയിം വർക്കും കാര്യങ്ങളൊക്കെ സെയിമാണ്. മെയിനായിട്ട് ഈ ഒരു വർക്കിൻ്റെ വ്യത്യാസമാണ്. നോർമൽ എംബ്രോയ്ഡറി പോലെ അല്ല കേട്ടോ. ഈ ഒരു ഹാൻഡ് വർക്ക് ഇങ്ങനത്തെ വരുമ്പോഴത്തേനും കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭംഗി കൂടുതൽ എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ അത് മുഖത്തിനാണേലും അത് വെച്ച് നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒറിജിനൽ വർക്ക് ഇട്ട അതേ ലുക്ക് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ്. എംബ്രോയ്ഡറി വെച്ച് ചെയ്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫിനിഷിങ് എടുത്തില്ല. ഇത് ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് നല്ല രസമായിട്ട് നിൽക്കും. ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക്. ഇത് കണ്ടില്ലേ, ഫുള്ളായിട്ട് തിക്കായിട്ടുള്ള വർക്കാണ്. സ്കാലപ്പ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് കേട്ടോ. കോട്ടൺ നമ്മുടെ നോർമൽ കോട്ടയല്ല, അതിനേക്കാളും കുറച്ച് നല്ല കുഞ്ഞ് ചെക്കുകളാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. നമ്പർ W815, റേറ്റ് 1220.